പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 51 അധ്യായം 15 വാക്യം. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അധരങ്ങൾ തുറന്ന് വായ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. ഹല്ലേലൂയ. നമുക്ക് ശമൂവേൽ പ്രവാചകന്റെ 1 പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഹന്ന, അതായത് 13 വാക്യത്തിൽ ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അധരങ്ങൾ തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും പറയുകയാണെങ്കിൽ അവിടുന്ന് ഉത്തരം നൽകി തരും. ഹല്ലേലൂയ. നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. എപ്പോഴും കർത്താവിന് നന്ദിയുള്ളവരായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. നാം സ്തോത്രം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്? അതായത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. സങ്കീർത്തനങ്ങൾ 9:1 പറയുന്നുണ്ട്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, വിശ്വാസികൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നാം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. കൂടാതെ നാം എപ്പോഴും അത്ഭുതങ്ങളെ വർണ്ണിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഓരോ ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ, കർത്താവ് ചെയ്ത ഹല്ലേലൂയ നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായിരിക്കണം. 111 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ നാം ഹല്ലേലൂയ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവസന്നിധി നമ്മൾ എവിടെയും നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്ക്, സർവാന്തരംഗത്തോടും മനസ്സോടും കൂടെ ദൈവത്തിന് നമ്മൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം. 103 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവ് നൽകി തരുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയും സ്തുതിയും ഹൃദയത്തിൽ നിന്ന് പറയണം. ഹല്ലേലൂയ. 104 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ പ്രവർത്തികളെ, അത്ഭുതങ്ങളെ ഓരോന്നും ഓർക്കുമ്പോൾ കർത്താവ് പച്ചൻ എത്ര വലിയവൻ. ഹല്ലേലൂയ. ആ മഹത്വവും തേജസ്സും ഹല്ലേലൂയ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ അറിയാതെ തന്നെ നാം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമല്ലോ പ്രിയ മക്കളെ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നാം അധരങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 63 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. ആദ്യം തന്നെ പറഞ്ഞു, ഹല്ലേലൂയ, അധരങ്ങൾ അനങ്ങിയതല്ലാതെ ഹന്നയുടെ ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ അധരങ്ങൾ അനങ്ങിയതല്ലാതെ ശബ്ദമൊന്നും കേൾപ്പാനില്ലായിരുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദൈവസന്നിധി നമ്മുടെ അധരങ്ങൾ അനങ്ങിയാൽ മതി. ഹൃദയത്തിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഓർത്ത് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ സന്തോഷമുള്ളവരായി തീരുന്നുണ്ട്. 119 സങ്കീർത്തനം 171 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. ഹല്ലേലൂയ. നോക്കൂ, പരമാർത്ഥ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സ്തുതി സ്തോത്രങ്ങളെല്ലാം ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്നായിരിക്കണം. അവിടെ നിന്നാണ് ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ നമുക്ക് ആ സന്തോഷം അനുഭവിപ്പാൻ, മറ്റുള്ളവർ കേൾക്കുമ്പോൾ ആ സ്തുതി സ്തോത്രങ്ങൾക്കുള്ള ഹല്ലേലൂയ മഹാത്മ്യം മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ വായാൽ യഹോവയെ സ്തോത്രം ചെയ്യുന്നവരായി സ്തുതി കരയറ്റുന്നവരായി തീരണം. 51 സങ്കീർത്തനം 15 വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും.
സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ വായ് കൊണ്ട് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ അധരങ്ങൾ തുറന്ന് വായ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. ഹല്ലേലൂയ. മറ്റുള്ള വാക്കുകൾ പറഞ്ഞല്ല, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത്, കർത്താവ് ഓരോ ദിനവും നടത്തുന്നതോർത്ത് കർത്താവിന് നന്ദിയുള്ളവരായി വായ് കൊണ്ട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ഹല്ലേലൂയ ഉല്ലാസത്തോടെ കർത്താവിന് നന്ദി പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, സന്തോഷത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം. 63-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ ഹല്ലേലൂയ തൃപ്തി വരുത്തി തരുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലുപരിയായി കർത്താവ് നമ്മെ ഹല്ലേലൂയ എത്രമാത്രം അത്ഭുതമാണ് നയിക്കുന്നത്. പ്രിയ മക്കളെ, അതുകൊണ്ട് നമ്മളെപ്പോഴും സന്തോഷത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് മുന്നേറുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കൊലോസ്യർക്കെതിരെ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, 1-ാം അധ്യായം 13-ാം വാക്യത്തില്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയ മക്കളെ, ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ വെളിച്ചം പകർന്നു കൊടുക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ മറന്നു പോകും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മളെ ഹല്ലേലൂയ ആ അന്ധകാര അവസ്ഥയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ക്രിസ്തുവിന്റെ സ്നേഹം, ആ ക്രിസ്തുവിനെ നമ്മൾ സ്തുതിക്കുന്നവരായി, ആരാധിക്കുന്നവരായി, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, 147-ാം സങ്കീർത്തനം 7-ാം വാക്യത്തില്, സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോട് നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. ഹല്ലേലൂയ. പലപ്പോഴും എല്ലാവരും മറന്നു പോകുന്ന സംഗതിയായത്, കർത്താപ്പച്ചന് നമ്മളെപ്പോഴും പാടുന്നവരായി, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി, കൈകൾ കൊട്ടി ആരാധിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എവിടെ പറയാ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യണം. ഹല്ലേലൂയ. പാടി ആർത്ത് സ്തുതിച്ച് ഹല്ലേലൂയ നന്ദി കരയറ്റുന്നവരായി തീരണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സങ്കീർത്തനം 71-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എപ്പോഴും, അതായത് എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ, എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മെ എടുത്ത ആ നിമിഷം മുതൽ ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ എപ്പോഴും കർത്താവിനെ കുറിച്ചുള്ളതായിരിക്കണം. ഹല്ലേലൂയ. 22-ാം സങ്കീർത്തനം 9-10 വാക്യത്തിൽ പറയുന്നുണ്ട്, നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി, ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു, എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ജനിച്ച നാൾ മുതലല്ല, നാം അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ മുതൽ ഹല്ലേലൂയ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക, നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക, നമ്മെ സ്നേഹിച്ച ദൈവമാ. ഹല്ലേലൂയ. ആ പിന്നെ നമ്മളെപ്പോഴും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ജീവകാലമെല്ലാം, അതാ 104-ാം സങ്കീർത്തനം 33-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആയുസ് തരുന്ന ആ നിമിഷം വരെയും ഹല്ലേലൂയ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞെന്താ, ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. നമുക്കത് മാത്രമേ ഉള്ളൂ നിലനിൽക്കുന്നത്. യേശുവിനെ സ്തുതിക്കണം. പ്രിയ മക്കളെ, നമ്മൾ അടങ്ങിയിരിക്കുവാനുള്ളവരല്ല, കർത്താവിന്റെ നാമത്തെ എപ്പോഴും ഘോഷിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് 150-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുവപ്പൻ നമുക്ക് ജീവൻ തന്ന ഹല്ലേലൂയ നമ്മൾ യഹോവയെ സ്തുതിക്കുന്നവരായിരിക്കണം. നമുക്ക് തരുന്ന ആയുഷ്കാലമൊക്കെയും നമുക്ക് എത്രമാത്രം കർത്താവിനെ സ്തുതിക്കാൻ എപ്പം വരെ കഴിയുമോ അതുവരെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി തീരണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ഓരോ നിമിഷവും കഷ്ടതയായാലും ദുഃഖമായാലും സന്തോഷമായാലും സന്താപമായാലും
നിമിഷവുമായി ഏത് നിമിഷവും കർത്താവിനെ സ്തുതിച്ചു മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധി നമുക്കായി തീരാം. കർത്താവ് എന്ന വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഏതു നേരത്തും അപ്പനെ സ്തുതിച്ചു മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യണമേ. കർത്താവ് ഓരോ മക്കളുടെ അവസ്ഥകൾ അറിയുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ നാമം ഹല്ലേലൂയ ഓരോ മക്കളിൽ ഉണ്ടാകുവാനിടയാവണം. കർത്താപ്പച്ച അങ്ങയുടെ വരവ് വരെയും കർത്താവിനെ സ്തുതിക്കുന്നവരായി തരുന്ന ആയുസ് മുഴുവനും കർത്താവിനെ ആരാധിക്കുന്നവരായി തീരുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.